സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ 4 സമയങ്ങളിൽ നിങ്ങൾ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല. നമ്പർ 1, കുറേ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഇമേജ് കീപ്പ് ചെയ്യാനോ, ചിലപ്പോൾ സ്ട്രിക്റ്റ് ആണെന്ന് അറിയിക്കാനോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ആളുകളുടെ ഇടയിൽ നമ്മൾ കുട്ടികളെ ചീത്ത പറയുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മളൊരാൾ ചീത്ത പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എഫക്റ്റ്, അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആ ഒരു ഇൻസൾട്ട് എത്രത്തോളാന്നുള്ളത് അനുഭവിച്ചവർക്കറിയാം. 2ഉം 3ഉം ഒരുമിച്ച് പറയാൻ കേട്ടോ, രാവിലെയും രാത്രിയും. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ, നമ്മുടെ ലൈഫിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് കൂടുതലും പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ ദേഷ്യം, സങ്കടമൊക്കെ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അപ്പോൾ ഒരു കുട്ടി രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത്. അതായത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ഉള്ളിലേക്കും ഏറ്റവും കയറാൻ ചാൻസ് ഉള്ള ഒരു സമയമാണത്. ഓക്കെ, എന്ത് പറയുന്നു അപ്പം കയറുന്ന പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ രാവിലെ എണീക്കുന്ന സമയത്ത് എണീക്ക് എന്താണ് ഇങ്ങനെ, അതുപോലെ രാത്രി ഉറങ്ങും ഇത്രയും സമയമായിട്ടൊന്നും ഉറങ്ങാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാതാപിതാക്കൾ നമുക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, അവർ നന്നാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക എണീക്ക് ഉറങ്ങാനായില്ലേ, എണീക്ക് എന്താ ചെയ്യുന്നത്, കളിച്ചിട്ടാണ്, മൊബൈലിൽ കളിച്ചിട്ടാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ചെറിയ മക്കളോടൊക്കെ നമ്മൾ പറയൂലേ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നറിയോ, ശരിക്ക് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും നല്ലത് പറയണമെന്ന് പറയാം. ബാക്കിയുള്ള കുറേ സമയങ്ങളിൽ അപ്പോൾ പറഞ്ഞോ. നമ്പർ 4, അറിയാതെ പറ്റുന്ന മിസ്റ്റേക്കിൽ ഒരു ഗ്ലാസ് കയ്യിൽ